ഈ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു ക്ലൗഡ് ലാമ്പ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ ബോട്ടിൽ നേരെ ഹാഫാക്കി കട്ട് ചെയ്യണം കേട്ടോ. നേരെയല്ല, പകുതിക്ക് ഇവിടുന്ന് വെച്ചിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്ക് കുറച്ച് റെയിൻ ഡ്രോപ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റെയിൻ ഡ്രോപ്സ് പോലത്തെ ഒരു ലുക്കൊക്കെ കിട്ടും. അപ്പോൾ ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ 3 റെയിൻ ഡ്രോപ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ റെയിൻ ഡ്രോപ്സ് ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം വാട്ടർ ബോട്ടിലിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ത്രെഡ് കെട്ടി കൊടുക്കാം. വേറെ ഒന്നുമില്ല, നമുക്ക് ഹാങ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ത്രെഡ്. അപ്പോൾ അത് രണ്ടും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പില്ലോ സ്റ്റഫിംഗ് ആണ്. അതില്ലെങ്കിൽ നമുക്ക് കോട്ടൻ്റെ പഞ്ഞിയൊക്കെ എടുക്കാം. തലയണേൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന സാധനം ഇല്ലേ, അതൊക്കെ എടുത്ത് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലൗഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന ലാമ്പിന് നമ്മൾ ആദ്യം ഒരു കാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാൻഡിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഞാൻ മോർണിംഗ് ആണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് അത്ര വലിയ വെളിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ഫെയറി ലൈറ്റും കൂടി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ ഫെയറി ലൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലൗഡ് ലാമ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.